ഉന്നയിച്ച് കൌൺസിൽ ബഹിഷ്കരിച്ച UDF കൌൺസിലർമാർ 6-ാം വാർഡിലെ മാലിന്യ പ്രശ്നമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി വാർഡിന് നൽകിയ 2 ലക്ഷം രൂപ പ്രയോജനപ്പെടുത്താൻ വാർഡ് കൌൺസിലർ ശ്രമിച്ചില്ല എന്ന ആരോപണവുമായി നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ രംഗത്തെത്തി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. യാതൊരുവിധ കാരണവുമില്ലാതെ 6-ാം വാർഡിലെ കൌൺസിലർ ഇതിനു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട ഒരു തീരുമാനം വീണ്ടും ഉന്നയിച്ച് അതിനകത്ത് വന്ന് മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും കൗൺസിൽ ബഹിഷ്കരിച്ചിറങ്ങി പോവുകയുണ്ടായി. യഥാർത്ഥത്തിൽ അവർ ഉന്നയിച്ച കാര്യം വസ്തുതാപരമല്ല. ഇന്ന് കൗൺസിൽ യോഗം ആരംഭിച്ച് അജണ്ട വായിക്കുന്നതിന് മുമ്പ് തന്നെ 6-ാം വാർഡിലെ കൗൺസിലർ ശ്രീമതി GC രാജു സ്ഥിരമായിട്ട് കഴിഞ്ഞ കൗൺസിലിൽ ഉന്നയിച്ച അതേ വിഷയം തന്നെ ഉന്നയിക്കുകയുണ്ടായി. അവരുടെ വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. 6-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിച്ച മാലിന്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും കഴിഞ്ഞ 9.5 വർഷമായി ആ വാർഡിലെ ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി ഓരോ വർഷവും 20,000 രൂപ മുതൽ 25,000 രൂപ വരെ നഗരസഭ നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ആ വർഷങ്ങളിലായി ഏകദേശം 2 ലക്ഷം രൂപ വരെ നൽകിയിട്ടും ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി ആ തുക ഉപയോഗിച്ചിട്ടില്ലെന്ന് ചെയർപേഴ്സൺ ആരോപിച്ചു. പൊതുകിണറിന്റെ ശുചിത്വം ഉൾപ്പെടെയുള്ള അത്യാവശ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയിലൂടെ ഈ തുക ഉപയോഗിക്കാം ായിരുന്നുവെന്നും എന്നാൽ അതിനായി കമ്മിറ്റി ചേരുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 9.5 വർഷമായിട്ട് അവർ ആ വാർഡിലെ കൗൺസിലറായിരുന്നു. തന്റെ വാർഡില് അങ്ങനെ എന്തെങ്കിലും മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടി വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. അത് എല്ലാ വർഷവും 20,000, 25,000, 30,000 രൂപ വെച്ച് കൗൺസിലർക്ക് യഥേഷ്ടം അതോടുകൂടി അത് തന്റെ വാർഡിൽ എന്തെങ്കിലും മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പൈസ ചെലവഴിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 9.5 വർഷമായിട്ട് അവർ ഈ പൈസ എന്തിനു ചെലവഴിച്ചു എന്ന് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് ഉത്തരവാദിത്വം ഓർക്കുന്നുണ്ട്. അവിടെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള കിണറിനെ ആ നിലയ്ക്ക് തന്നെ നിലനിർത്തുന്നതിന് പകരം അവിടെ താമസക്കാരായ ആളുകളെ കൊണ്ട് മാലിന്യം ഇടുന്ന സ്ഥലമാക്കി മാറ്റിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വാർഡ് കൗൺസിലർക്ക് തന്നെയാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ പൊതുകിണറുകളുടെ പരിപാലനത്തിനായി ഏകദേശം 14 ലക്ഷം രൂപ വരെ അനുവദിച്ചപ്പോൾ പോലും ആ തുക പ്രയോജനപ്പെടുത്താൻ വാർഡ് കൌൺസിലർ ശ്രമിച്ചില്ല എന്നും ലഭ്യമായ 2 ലക്ഷം രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതാണെന്നും സാനിറ്റേഷൻ കമ്മിറ്റിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നും ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. സ്വന്തം ഉത്തരവാദിത്വം ഉപേക്ഷിച്ച് നഗരസഭാ ഭരണസമിതിയെയും ചെയർപേഴ്സണെയും കുറ്റപ്പെടുത്തുന്ന UDFന്റെ സമീപനം തിരുത്തണമെന്നും അവർ പറഞ്ഞു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിറവേറ്റാതെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യമാകുമ്പോഴാണ് ഭരണസമിതി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ കലിപൂടിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൗൺസിലിൽ ഉന്നയിച്ച് പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ 9.5 വർഷമായിട്ട് തന്റെ ഡിവിഷനിൽ നടത്തിയ വാർഡുകളുടെ ശുചിത്വ പ്രവർത്തനങ്ങളും അവർ കൈപ്പറ്റിയിട്ടുള്ള പൈസയുടെ കണക്കും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിന് മറുപടി പറയണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നാളെ വരെ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊന്നും എതിരായി പറയാനില്ലാത്ത സന്ദർഭത്തിൽ വസ്തുതാവിരുദ്ധമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഭരണ സംവിധാനത്തിനെതിരെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നത്. ന്യൂസ് ബ്യൂറോ iVision പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.